അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പറയാനുള്ളത്. അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക കേട്ടോ. നമുക്കുണ്ടല്ലോ, ഇപ്പം നമ്മൾ നല്ല ബ്ലൗസൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു കല്യാണമോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ വരുമ്പോൾ നല്ല വില കൂടിയ സാരി, പിന്നെ പട്ടിൻ്റെ ബ്ലൗസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ബ്ലൗസ് സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടായിരിക്കും നമ്മൾ തയ്ച്ചിട്ടുണ്ടാവുക, ഇതുപോലത്തെ സിൽക്ക് സാരിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പിന്നീട് അത് എപ്പോഴും ഉടുക്കൊന്നുമില്ല. പിന്നെ ഉടുക്കാനായിട്ട് എടുത്ത് നോക്കുമ്പോൾ എന്താ കുഴപ്പം, വണ്ണം എത്തുണ്ടാവില്ല. നമ്മളെപ്പോഴും വണ്ണം വെച്ചുകൊണ്ടിരിക്കുമല്ലോ. ചിലർ വണ്ണം വെച്ചുകൊണ്ടിരിക്കും, ചിലർ മെലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വണ്ണം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ അതാ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കക്ഷം ഇങ്ങനെ ഇതുപോലെ സെപ്പറേറ്റ് ആണ് അടിച്ച് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുകയോ അതവരവിടെ കട്ട് ചെയ്തും കളഞ്ഞല്ലോ, ഇനി ഞാനിതെങ്ങനെ വണ്ണം കൂട്ടും? അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ ടെൻഷനായിരിക്കും. ഒരു തയ്യക്കടയെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരമില്ലെങ്കിൽ അവർ ചെയ്തും തരൂല. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസ്, ഇപ്പോൾ പഴയ ബ്ലൗസും പുതിയതായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൗസും എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതാ ഈ ഓറഞ്ച് ബ്ലൗസ് ഒരു കുറച്ച് പഴക്കമുണ്ട്. അതേസമയം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൗസാണ് ആഷ് കളർ ബ്ലൗസ്. അപ്പോൾ അത് നോക്കിയതേ കൈക്ക് തന്നെ വന്നിട്ടുണ്ട് ഒരു 1/2 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 1 ഇഞ്ച് ലൂസ് വേണ്ടി വരും. അതുപോലെ തന്നെ ആം ഹോളിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആം ഹോൾ ലൂസാക്കണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടിഭാഗം ഒന്ന് അളന്ന് നോക്കണം. അടിഭാഗം അതായത് വണ്ണത്തിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അതിനായിട്ട് വണ്ണത്തിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണത് ഇതുപോലെ ബ്ലൗസ് എടുക്കുക. അപ്പോൾ ഹുക്കൊക്കെ ഇട്ട് വെച്ചേക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ വെച്ചേക്കണ ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ചിങ്ങിന് അറ്റത്തേക്ക് വെക്കരുത്. ഇതിൻ്റെ സ്റ്റിച്ചും താഴത്തേൻ്റെ സ്റ്റിച്ചും ഒപ്പം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് അളന്ന് നോക്കുക കേട്ടോ. എത്ര ഇഞ്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടിഭാഗമാണ് കേട്ടോ, ബ്ലൗസിൻ്റെ അടിഭാഗമാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുക, അറ്റം വരെ പിടിച്ച് നോക്കുക. എത്ര ഇഞ്ച് നമുക്ക് ഈ ഓറഞ്ച് ബ്ലൗസിന് കുറവ് വന്നിട്ടുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്താ നോക്കി 2 ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ വെച്ചപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങളും ഇങ്ങനെ വെച്ച് നോക്കുക, താഴ്ഭാഗത്ത് എത്ര ഇഞ്ച് കുറവുണ്ടെന്നൊക്കെ അങ്ങനെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഏത് ബ്ലൗസാണോ വലുതാക്കേണ്ടത് അതിൻ്റെ ഈ ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, കക്ഷത്തിൻ്റെ ഭാഗം, അത് കറക്റ്റായിട്ടൊന്ന് അഴിച്ചെടുക്കാം. ബ്ലേഡ് വെച്ച് ഒരിക്കലും നമ്മൾ അഴിക്കരുത്. ഇങ്ങനെ പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കിട്ടും. വല്ലാണ്ട് ബലം പിടിക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെ ഉറഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയാണോ നിങ്ങൾ പറയണത്? അല്ലെങ്കിൽ ദ്രവിച്ച് പോയിട്ടുണ്ടാവും ഈ വേർപ്പ് തട്ടിയിട്ടേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ അഴിക്കുക. എന്നിട്ട് ഈ ഇൻ്റർലോക്ക് ഉണ്ടല്ലോ അതും നമ്മൾ അഴിക്കണം കേട്ടോ. അപ്പോൾ അഴിക്കുന്ന ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ഇവിടെ ഉണ്ടായിരുന്നത് കാണുന്നില്ല, ഷോപ്പിലിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനി എപ്പോഴെങ്കിലും ഞാനത് കാണിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിങ്ങനെ പതുക്കെ നമുക്ക് അഴിച്ചെടുക്കാം. ഒരു കാരണവശാലും നിങ്ങൾ ബ്ലേഡ് യൂസ് ചെയ്യരുത്. ബ്ലേഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം അത് കീറിപ്പോവും കേട്ടോ. കീറിപ്പോയാൽ പിന്നെ നമുക്ക് വലുതാക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഇതിങ്ങനെ കത്രികയുടെ തുമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ അഴിക്കണ സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ടോ അഴിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പോൾ നമ്മളിവിടെ വെട്ടിയൊന്നും കളഞ്ഞിട്ടുണ്ടാവില്ല, അതിങ്ങനെ പിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെയുള്ള സ്റ്റിച്ചും അപ്പുറത്തെ സൈഡിലുള്ള സ്റ്റിച്ചൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചൊന്നിങ്ങനെ പിടിച്ച് അഴിച്ച് കിട്ടും. അല്ലെങ്കിൽ അഴിക്കുന്ന സംഭവം വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അഴിച്ചെടുക്കാം കേട്ടോ. കത്രികയുടെ തുമ്പ് വെച്ചിട്ടാണെങ്കിലും പതുക്കെ ഒന്ന് ആ നൂല് വെട്ടിക്കളയാട്ടോ. അല്ലാണ്ട് തുണി വെട്ടരുത്. തുണി വെട്ടി ബ്ലേഡ് വെച്ചൊക്കെ പലരും അഴിച്ച് നമ്മുടെ കടയിലൊക്കെ കൊണ്ടുവരിക, അഴിച്ച് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. എന്നിട്ട് ഇതേപോലെ ബ്ലേഡ് വെച്ചിട്ട് മൊത്തം മുറിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തുണിയിൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തുണിയിൽ പരിക്കൊന്നും ഇല്ലാണ്ട് സൂക്ഷിച്ചൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ബ്ലേഡ് വെച്ച് ഒരിക്കലും മുറിക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എളുപ്പം കഴിയണ്ടല്ലോ എന്ന്, പക്ഷേ അതിൻ്റെ തുണിയും കൂടെ മുറിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം അഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം കൈ കണ്ടോ ഇത്രയും ലൂസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചും പഴയ സ്റ്റിച്ച് കിടന്ന പാടൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ശ്രദ്ധിച്ച് തന്നെ അഴിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് എന്നെ ഈ തയ്യക്കടക്കാരുണ്ടല്ലോ മിക്കവരും പറ്റൂല എന്ന് പറയും. ഞാൻ പിന്നെ നമ്മുടെ കടയിൽ കൊണ്ടുവരുന്ന ചിലപ്പോൾ ഒരു 2-3 ബ്ലൗസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ കൂടെ ആയിരിക്കും ഇതൊരെണ്ണം ലൂസാക്കി തരാൻ പറയണത്. അപ്പോൾ നമുക്കും ചെയ്ത് കൊടുക്കേണ്ടി വരും, ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമ്മൾ എന്താ ചെയ്യുക, നല്ല തിരക്കുള്ള സമയത്തൊക്കെ ഇതുപോലെ ബ്ലൗസ് അഴിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാനൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ അഴിച്ചു കൊണ്ടുവന്നാലും ഞാൻ അടിച്ചു തരാമെന്ന് പറയും.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ബ്ലേഡൊക്കെ വെച്ച് അറുത്ത് മുറിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതാ ബ്ലൗസ് വെച്ചിട്ട് നമുക്കിങ്ങനെ കൈ മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ അരഭാഗത്ത് നമ്മൾ 2 ഇഞ്ചല്ലേ നമുക്ക് കുറവായിട്ട് കണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് മാർക്കിൽ നിന്ന് 1/2 ഇഞ്ച് നീക്കിയിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ 1/2 ഇഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 2 ഇഞ്ച് നമുക്ക് കൂടി കിട്ടും. ഈ സൈഡിൽ ഫ്രണ്ടിലും ബാക്കിലും, അപ്പുറത്തെ സൈഡിൽ ഫ്രണ്ടിലും ബാക്കിലും 1/2 ഇഞ്ച് വരുമ്പോൾ ടോട്ടൽ 2 ഇഞ്ച് നമുക്ക് കൂടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ആം ഹോൾ കറക്റ്റായിട്ട് നമ്മുടെ അളവ് ബ്ലൗസിൽ അളന്ന് നോക്കിയിട്ട് ഇതാ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്ലൗസൊക്കെ ഒന്ന് റീഓൾട്ടർ ചെയ്യാൻ കൊടുക്കുമ്പോഴേ ചെയ്ത് തരാത്തത്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ, ഈ സ്റ്റിച്ചൊക്കെ അഴിച്ചെടുക്കൽ. ഒന്നാമത് നമ്മൾ ഈ യൂസ് ചെയ്ത ബ്ലൗസ് ആകുമ്പോഴേ വാഷ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ വേർപ്പ് തട്ടിയിട്ട് അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ മുറുകിയിരിക്കുകയായിരിക്കും. അത് അഴിച്ചെടുക്കാൻ നല്ല പാടാട്ടോ. പിന്നെ പിടിച്ച് വലിക്കാനൊന്നും പറ്റില്ല. വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കൊണ്ട് കീറിപ്പോവും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ മിക്കവരും ബ്ലൗസ് അഴിച്ച് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ പറ്റൂല എന്ന് പറയണത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്ന് പേടിക്കണേ, നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം നമുക്കൊരു തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ തുമ്പൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ മടങ്ങിയിരിക്കുന്ന തുണിയൊക്കെ ഒന്ന് നിവർത്തി വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് അടിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് വരില്ല. അതായത് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേ അളവ് തന്നെ വെച്ചിട്ട് താഴേക്കും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം സൈഡിലേക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കുറേ നാൾ ഈ ബ്ലൗസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഇടാൻ പറ്റില്ല. ചിലരുണ്ടല്ലോ വണ്ണം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് കൈയും സൈഡൊക്കെ കൂട്ടും, പക്ഷേ ആം ഹോളിൻ്റെ ആ ഭാഗം അഴിക്കുകയില്ല, തൊടയില്ല. അവിടെ അഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹോള് കാണുമെന്നാണ് മിക്കവരും പറയണത്. അപ്പോൾ അവിടെ അഴിക്കാണ്ട് ഒരിക്കലും നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ കൈയും ശരീരവും വണ്ണം വെക്കണതിനനുസരിച്ച് ആം ഹോളിലും വണ്ണം കൂടിയിട്ടുണ്ടാവും. മാംസം വന്ന് വരുമ്പോഴത്തേക്കും ആം ഹോളിന് വണ്ണം കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ആ ഭാഗത്തെ വണ്ണവും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചിലപ്പോൾ ഫ്രണ്ട് പീസ് ബാക്ക് പീസിനേക്കാളും കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നും. കണ്ടത് ഇപ്പോൾ കണ്ടോ, അത് കറക്റ്റ് ലെങ്ത് ആയിട്ടല്ല, കുറച്ച് ഒരു കയറി ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് അവിടെ ചുളുക്കി കൂട്ടി വെച്ച് അടിക്കരുത്. അതായത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ സൈഡിലൊന്ന് ഇങ്ങനെ പിടിച്ച് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് പിടിച്ചാൽ മതി കേട്ടോ. അത്രയോ നമുക്കധികം കൂടുതൽ വന്നിട്ടുള്ളൂ. നമ്മുടെ എത്രയാണോ കൂടുതൽ വന്നിരിക്കണം അതനുസരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അടിക്കാം. കണ്ടോ, എന്നിട്ട് ഇനി ഒപ്പം പിടിച്ച് നോക്ക്, കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അത് കുഞ്ഞടിപ്പടിച്ചാൽ മതി. ഇനി ഒപ്പം പിടിച്ചാൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് സൈഡൊന്നിങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ബ്ലൗസ് ലൂസാക്കണം എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കൈ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ തന്നെ അപ്പുറത്തേക്കും അളവ് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടക്കൊക്കെ ഇട്ടതിന് ശേഷം ഇവിടെ ചെറുതായിട്ട് ടക്കിട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഈ സ്മോളിൽ ടക്കുണ്ടെങ്കിൽ ആ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊപ്പം വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്താം. അപ്പോൾ നിങ്ങളുടെ ബ്ലൗസൊക്കെ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ അഴിച്ചെടുത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്ലൗസിൻ്റെ ഉള്ളിൽ എന്തായാലും തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ ഇത്രയും ലൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ തുണി ഇങ്ങനെ പിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അത് വെച്ചിട്ട് നല്ല ടൈറ്റ് ആകുമ്പോഴും ബ്ലൗസ് ഇട്ടിട്ടാണ് അതങ്ങനെ പിഞ്ഞിപ്പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ടൈറ്റാണെങ്കിൽ അഴിച്ചിട്ട് തന്നെ ഇങ്ങനെയുള്ള സിൽക്ക് ബ്ലൗസൊക്കെ ഇടുക. ഈ കക്ഷം ഇങ്ങനെ കിടക്കുകയല്ലേ. ഇപ്പോൾ നമ്മളിങ്ങനെ സൈഡ് അടിച്ചിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പഴയ പോലെ തന്നെയാവും, പക്ഷേ ലൂസായിട്ടും ഉണ്ടാവും. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ബ്ലൗസിന് വീതി കൂട്ടുക എന്നുള്ളത്? സിമ്പിൾ കാര്യമാണ്. എന്നാലും ഉണ്ടല്ലോ, നമ്മൾക്കറിയില്ലെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങും. ഇത്തിരി ലൂസ് കൂട്ടിത്തരുമോ, ഇത്തിരി ലൂസ് കൂട്ടിത്തരുമോ എന്നൊക്കെ ചോദിച്ച് ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ കട പൂട്ടാനൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും നാളെ ഇടാനുള്ളതാണ് ഇട്ട് നോക്കിയപ്പോഴിങ്ങനെ ആയി, ഒന്ന് ലൂസ് കൂട്ടിത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കടയിൽ വരാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പോകാൻ തോന്നും, അവർക്കറിയാഞ്ഞിട്ടല്ലേ. എന്നാലും നമ്മളുടെ ഞാൻ പറയും നിങ്ങൾ അഴിച്ചൊക്കെ എടുക്കണം. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ കക്ഷത്തിൻ്റെ ഭാഗത്ത് മാത്രം പൊട്ടിച്ചിട്ട് നീളത്തിൽ അടിച്ച് അവരുടെ അളവിലേക്ക് ആക്കി കൊടുക്കും. എന്നിട്ട് അവരോട് സ്റ്റിച്ച് അഴിക്കാൻ പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ സ്റ്റിച്ച് അഴിക്കാൻ ഇത്തിരി പാടാണ്. അത് തന്നെയല്ല, എൻ്റെ കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് കണ്ണിന് ഇത്തിരി ഇപ്പോൾ പ്രായത്തിൻ്റെയാണ് കാഴ്ച കുറവുണ്ട്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ച് അഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഞാൻ അടിച്ചു കൊടുക്കും. ആ കക്ഷത്തിൻ്റെ ആ ഭാഗമൊക്കെ അഴിച്ചിട്ട് മൊത്തത്തിൽ അടിച്ചൊക്കെ കൊടുക്കും. എന്നിട്ട് പറയും സ്റ്റിച്ച് അഴിച്ചിട്ട് നിങ്ങൾ ഇട്ടോളൂ, കറക്റ്റ് ആവുമെന്ന്. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച രാത്രിയൊക്കെയാണ് ഇങ്ങനെയുള്ള വർക്കൊക്കെ വരുന്നത്. ഞായറാഴ്ച കല്യാണത്തിന് ഇടാനുള്ളതായിരിക്കും.
അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനും നേരം ഉണ്ടാവില്ല, നമ്മൾ നന്നായിട്ട് ടയർഡായിട്ടുണ്ടാവും. ശനിയാഴ്ച രാത്രിയൊക്കെ കടയിലൊക്കെ ഇഷ്ടംപോലെ വർക്കൊക്കെ ഉണ്ടായിട്ടേ നമുക്ക് ടയർഡായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോഴേ നമ്മളാകെ ടെൻഷനാവും. എന്നാലും അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പാവം തോന്നും എനിക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുമ്പോൾ ഡ്രസ്സ് പാകമായില്ലെങ്കിലൊക്കെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് അപ്പുറത്തെ കൈ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ കൈയും ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ കൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത കൈ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ പാകത്തിന് അടിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ആരും ബ്ലൗസിന് വണ്ണം കൂട്ടാനായിട്ട് അവിടെ ഇവിടെയും ഓടി നടക്കണ്ട. ഇപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തയ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ. തയ്യൽ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. 1-ാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബേസിക് ക്ലാസ്. അപ്പോൾ അത് 2 മാസത്തെ കോഴ്സാണ്. 2 മാസത്തേക്ക് 1000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫീസ്. മുഴുവൻ തയ്യലും പഠിപ്പിച്ച് തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക കേട്ടോ. മെഷീനില്ലാത്തവർക്ക് തയ്യൽ പഠിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിളിക്കേണ്ട നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. 2 മാസം കൊണ്ട് തയ്യൽ മുഴുവൻ പഠിച്ചെടുക്കാം. പിന്നെ അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും എല്ലാം കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ കൈയും ആ സൈഡും എല്ലാം നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ. ഇനി ആരും ഇതറിയില്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടരുത്. ഒരിക്കലും കക്ഷത്തിൻ്റെ ആ ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ പിരിച്ചടിച്ച് വെച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അഴിച്ചെടുത്ത് നീറ്റായിട്ട് ആക്കിയിട്ട് ശേഷം ഒന്ന് തേച്ചിട്ടൊക്കെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ അളവ് ബ്ലൗസൊക്കെ വെച്ച് അളന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത്. ഇപ്പോൾ മാർക്ക് ചെയ്യുമ്പോഴൊക്കെ സ്കെച്ച് പെന്നൊന്നും എടുത്ത് മാർക്ക് ചെയ്യരുത് കേട്ടോ. ചോക്ക് തന്നെ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലൗസൊക്കെ ആണെങ്കിലേ അത് നമുക്കിങ്ങനെ റഫ് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ അളവ് ബ്ലൗസായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഹുക്ക് ഭാഗത്തു നിന്നാണ് അളക്കണമെന്ന് വെച്ചപ്പോൾ ഒപ്പം വെക്കാം കേട്ടോ. അറ്റത്തുനിന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒപ്പം വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൗസ് ഇപ്പോൾ അവർക്ക് പാകാവും. ഇത് കസ്റ്റമറുടെ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ചുരിദാറും ലൂസാക്കി എടുക്കാം കേട്ടോ. അത് ഞാൻ ഇനി ഒരിക്കലും കാണിച്ചു തരാം. എന്തായാലും ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.